ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ രാവിലെ ജോലികളൊക്കെയാണ്. ഞാൻ ചെമ്മീൻ നുള്ളിക്കൊണ്ടിരിക്കണം. ഇന്ന് രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രാവിലെ ചെമ്മീനൊക്കെ നുള്ളി വെച്ചിട്ട് പോകാമെന്ന് ഓർത്തുകൊണ്ടാണ്. ഇപ്പം ഞങ്ങൾ ഞായറാഴ്ച ഇവിടെ നമ്മുടെ തൃപ്പൂണിത്തുറയിൽ കൃഷ്ണ സിൽക്കിൽ ആടി സിൽക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊന്ന് പോയായിരുന്നു. പോയിട്ട് അവിടെ ഞങ്ങൾ തിരക്ക് കാരണം ഞങ്ങൾ എടുത്ത സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങളങ്ങ് പോകുന്നു. അത് ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ അതിനൊന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ എല്ലാം ജോലിയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിക്കൂട്ടന് തുറന്നിട്ടില്ല. ഇച്ചിക്കൂട്ടന് അടുത്ത ആഴ്ചയിലെ സ്കൂൾ ഓർക്കുള്ളൂ. അപ്പോൾ ഇച്ചിക്കൂട്ടൻ പോവുകയാണെങ്കിൽ രാവിലെ പോവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇച്ചിക്കൂട്ടനെ സ്കൂളിലാക്കിയിട്ട് പെട്ടെന്ന് രാവിലെ പോകാം. ഇതിപ്പോൾ ഇച്ചിക്കൂട്ടനുള്ളതുകൊണ്ട് രാവിലെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇച്ചിക്കൂട്ടനായിട്ട് പോകാമെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക. ഇച്ചിക്കൂട്ടൻ സമ്മതിക്കുമെന്ന് പറഞ്ഞോടെ അവനങ്ങനെ കടയിലൊന്നും വന്നാൽ എളുപ്പം അവിടെ നിൽക്കുകയൊന്നുമില്ല. പെട്ടെന്ന് എളുപ്പം പോരണം അവന്. അപ്പം അതുകൊണ്ട് ജോലിയെ കഴിച്ച് വെക്കാമെന്ന് ഓർത്തുകൊണ്ട് എന്നിട്ട് പോകാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ മഴയൊക്കെ എല്ലായിടവും മാറിയില്ല. മഴയൊക്കെ മാറി നല്ല വെയിലൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ ഇന്നലെ രാത്രിയിൽ നല്ല മഴ പെയ്തിട്ട് സന്ധ്യയായപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ഇന്നലെ ഡ്രസ്സും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും ചോറും കൊണ്ടുപോകാത്ത ആൾക്കാർക്കാണ് ഇതുണ്ടാക്കിയേക്കണത്. ഇവിടെ എപ്പോഴും രണ്ട് കൂട്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അങ്ങനെയാണ്. എല്ലാവർക്കും ഒരേപോലെ കഴിക്കൂല. ഇവിടെ സാമ്പാർ വേണ്ടാത്ത ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ ഇതാ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാബേജ് ദിവസങ്ങളിൽ ഉണ്ടാക്കിയിരുന്നു വെച്ചാൽ സാമ്പാർ എന്നും സ്ഥിരമായിരുന്നു. ഇപ്പോൾ പിള്ളേർക്കൊക്കെ മതിയായി സാമ്പാർ കൂട്ടി. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉണ്ടാക്കുള്ളൂ. നേരത്തെ ആഴ്ചയിൽ 2-3 ദിവസം സാമ്പാറായിരുന്നു. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കണം. ദോശക്ക് ചട്നി ഉണ്ട്. പിന്നെ നമ്മൾ 2 ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ് നമ്മൾ ഇത് ഇഞ്ചിക്കറിയുടെ ഇതാ ഒട്ടുമില്ല, കുറച്ചുള്ള കലം മാത്രമേ ഉള്ളൂ ഇഞ്ചിക്കറിയുടെ. അപ്പോൾ അതാ ദോശ ഉണ്ടാക്കാൻ പോകണേ. ദോശ ഉണ്ടാക്കണം. അവർ പോകാൻ 8 മണിയൊക്കെ ആകുമ്പോൾ പിള്ളേർ പോകുമല്ലോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഉണ്ടാക്കണം. പൊക്കി ഒഴിച്ചു. ഞാനിപ്പോൾ അതേത് ഗോതമ്പ് ദോശ സാമ്പാറും കൂടി കഴിക്കാൻ പോണേ. ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് രാവിലെ. ഇവർക്കൊക്കെ ഇഡ്ഡലിയാണ്. അപ്പോൾ എനിക്ക് ഇഡ്ഡലി അല്ല കേട്ടോ, ദോശ. ഇവർക്ക് ദോശ ഉണ്ടാക്കി. അപ്പം ഞാൻ എനിക്ക് ഇത്ര വലിയ ഇഷ്ടമൊന്നുമല്ല സാമ്പാർ. നല്ലൊരിക്കലും ഒഴിക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒഴിച്ച് വെച്ചു. പിന്നെ